ഈ പെന്തക്കോസ്ത് ഉണർവ് പ്രഭാഷകന്മാർ അറിയാൻ ഒന്ന് രണ്ട് വാക്കുകൾ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിനനുസരിച്ച് ആണ് ജീവിക്കേണ്ടതും ശുശ്രൂഷിക്കേണ്ടതും ആയിരിക്കേണ്ടതും. അല്ലാതെ കാലത്തിനൊത്തുള്ള ട്രെൻഡിന് അനുസരിച്ച് അല്ല. ഇപ്പോൾ ബൈബിളിൽ അപ്പോസ്തലന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ വിവിധ ശുശ്രൂഷകളെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം നൗണല്ല, ഇതെല്ലാം ഒരു ഫങ്ഷനാണ്. അതിൽ പലരും ഈ പ്രവാചകന്മാർ, അതിനൊക്കെ പ്രോഫറ്റ്, അതിനൊരു നൗണാക്കി വച്ച് പുകഴുന്നുണ്ട്. ഒരേ ഒരു നൗണേ ഉള്ളൂ, അത് ബൈബിൾ പ്രകാരം എല്ലാ നാമത്തിലും മേലായ നാമം. അപ്പോൾ ആ നൗണിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഫങ്ഷനുകളാണ്. അപ്പോൾ ഈ പ്രവാചകൻ എന്നത് എവിടെ പോയാലും ഒരു കസേരയും പൈസയും ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് എവിടെ പോയാലും ഒരു മാർക്കറ്റാണ്. മാന്യമായിട്ട് വചനം സംസാരിക്കുകയും വടക്കേ ഇന്ത്യയിൽ സത്യസന്ധപരമായി ശുശ്രൂഷിക്കുകയും ദൈവത്തിന് വേണ്ടി രഹസ്യത്തിലും പരസ്യത്തിലും കഷ്ടം അനുഭവിക്കുകയും ചെയ്യുന്ന പല പല ദൈവദാസന്മാർ ഇനിയുള്ള കാലം അങ്ങോട്ട് ശുശ്രൂഷയിൽ നിലനിൽക്കണമെങ്കിൽ ഇതൊക്കെ കൂടി വേണം എന്ന് പറഞ്ഞാൽ പേര് വിളിച്ചു പറയുക, ഫോൺ നമ്പർ, അഡ്രസ്സുകൾ. ഈ കാലഘട്ടത്തിലുള്ള ഫോറൻസിക് ബൈബിൾ പറയുന്നു, പ്രവചനം, ആശ്വാസം, പ്രബോധനം, ആത്മീക വർധനവ്. പ്രവചനം അതൊരു ഡയറക്ഷൻ അല്ല, വെറും ഒരു ഇൻഫർമേഷനാണ്. വർഷാപ്പിൽ കാരണം കയറ്റുന്നത് പോലത്തെ ഒരു ജസ്റ്റ് ഒരു പേച്ച് വർക്ക്, അത്രേ ഉള്ളൂ, ഡയറക്ഷൻ അല്ല. പക്ഷേ ഇന്ന് എല്ലാവരും പ്രവചനത്തിലും പ്രവാചകന്മാരിലുമാണ്. മാന്യമായിട്ട് ശുശ്രൂഷിക്കുന്നവർ വരെ ഈ കാലഘട്ടത്തിൽ ഈ ട്രെൻഡിനൊത്തവണ്ണം മാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യസന്ധപരമായ, ദൈവോന്മുഖമായ, ആത്മപ്രേരിതമായ ശുശ്രൂഷ എന്ന് പറയുന്നത് വചനത്തിൽ വേരൂന്നപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഈ ലോകത്തിലെ മോട്ടിവേഷൻ, MLM, മാർക്കറ്റിംഗ്, പിന്നെ ലൈറ്റ്, ആഡംബരം, മ്യൂസിക്, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവരുടെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പ്രസൻറ്റ് സർവേ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നൊന്ന് ആ കറണ്ടെന്ന് പോയിരുന്നെങ്കിൽ, പ്രസംഗിക്കുമ്പോൾ ബാക്ക് നീ ഉടയുമ്പോൾ, നീ കരയുമ്പോൾ മകളെ ഒരു വലിയൊരു ഉണർവ് കാണുന്നു, വലിയൊരു ഉണർവ്, ഇങ്ങനെയൊക്കെയുള്ള പദം പറയുമ്പോൾ ബാക്കിൽ കൂടെ ഇങ്ങനെ പിന്നെ അത് ഓക്കെ. ഇതില്ലെങ്കിലേ വാസ്തവത്തിൽ ഇന്നിവിടെ താരം സൗണ്ട് സിസ്റ്റമാണ്, ഇന്നിവിടെ താരം ഇലക്ട്രോണിക് പവറാണ്, ഇന്നിവിടെ താരം പേഴ്സണൽ കരിസ്മ, മാഗ്നറ്റിക് പവർ, സൗണ്ട് സിസ്റ്റം. ഇതാണ് ഇന്നിവിടുത്തെ താരം. ഇന്ന് ഇവിടെ മോടി പിടിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഈ കീബോർഡും പിന്നെ മറ്റേ ഡ്രം സെറ്റിലെ ചില ഓരോ ഇതൊന്നും ഇല്ലാതെ, കറണ്ടൊന്നുമില്ലാതെ പ്ലെയിനായിട്ട് ഈ വചനം പറഞ്ഞ് ഈ പൊലിപ്പിപ്പ് നിങ്ങൾക്ക് കിട്ടുമോ? സോളിഷ് പവർ. ഞാൻ പ്രസംഗിക്കാത്ത മറ്റൊരു സുവിശേഷം, വേറൊരാത്മാവ്, വേറൊരു യേശു. ഇതിലൂടെ പ്രാപിക്കുന്ന, ഇതിലൂടെ ഓരോരുത്തർ സ്വീകരിക്കുന്ന ചലനവും വൈക്കോല്, പുല്ല്, മരം പോലെ തീയിൽ വെന്തു പോകുന്ന നിലയിലായിരിക്കും. അതുകൊണ്ട് പെന്തക്കോസ്തിലെ ഉണർവ് പ്രഭാഷകന്മാർ ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ, ഒരിക്കൽ കാട്ടാക്കടയുള്ള ഒരു കൺവെൻഷൻ പ്രവാചകൻ അദ്ദേഹം മറ്റൊരു സഹപ്രവർത്തകർ പറഞ്ഞിട്ട്, ഈ പിന്നെ തിരക്കേറിയ ഓടിയാടുന്നുള്ള മിനിസ്റ്ററുകളൊക്കെ എല്ലാം ചെയ്യുന്നു ഒക്കെ, നമ്മുടെ കാലം ഇനിയിപ്പം പുതിയ പയ്യന്മാരൊക്കെ വരുമ്പോൾ നമ്മളെയൊക്കെ ആൾക്കാരിനെ വിളിക്കാതെയാകും. അതുകൊണ്ട് മീറ്റിങ്ങുകൾ വാതിലൊക്കെ അടയും. നമ്മൾ സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു തട്ടിക്കൂട്ടണം, ഒരു സഭ എവിടെയെങ്കിലും തട്ടിക്കൂട്ടണം. അല്ല എങ്കിലേ അവസാനം ആരും ഇല്ലാതായി പോകും. നമുക്ക് സ്വന്തം നാട്ടിലൊരു സ്ഥലം, ഒരു സഭ, ഇവൻ്റെയൊക്കെ വെളിപ്പാടെന്താണ്? ഇപ്പോൾ യഥാർത്ഥ ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ഒരുവനാണെങ്കിൽ അവൻ വളർന്നുകൊണ്ടേയിരിക്കും, ഉയർന്നുകൊണ്ടേയിരിക്കും, വിശാലപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ അവനോട് തന്നെ ഒരു അപകട സൂചന വരികയാണ്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നാളെ എൻ്റെ ജീവിതം എങ്ങനെയാകും? ഇന്ന് ബിസിനസ്സിലേക്ക് ഓരോരുത്തന്മാർ, റിയൽ എസ്റ്റേറ്റ്, ചായക്കട, കച്ചവടങ്ങളൊക്കെ ഈ പാസ്റ്റർമാരൊക്കെ പല ചെയ്യുന്നില്ലേ?
ഇവർക്കറിയാം ഈ ആത്മീയതയും വെച്ചുകൊണ്ട്, ഈ യേശുവിനെ, പിശാചിനെ, ഉണർവ്, ഈ പ്രോഡക്റ്റിനെ വെച്ചുകൊണ്ട് അധികകാലം ഓടിക്കാൻ പറ്റത്തില്ല. അടുത്ത തലമുറ കാലം മുടക്കി അടിക്കും. അതുകൊണ്ട് ഈ ട്രെൻഡ് മാറ്റണം. അങ്ങനെ അറിഞ്ഞ ഓരോരുത്തന്മാര് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തു എവിടെ, നീ എവിടെ? ക്രിസ്തു എവിടെ, നീ എവിടെ? ഈ ഇടയ്ക്ക് കാട്ടാക്ക ഓരോടത്തൊക്കെ ടോക്കൺ എടുത്തൊക്കെയാണ് പ്രാർത്ഥനകൾ. കാട്ടാക്കട ഒരിടത്ത് ടോക്കൺ 500 രൂപ ടോക്കൺ, 100 രൂപ ടോക്കൺ, 100 രൂപ ടോക്കണൊക്കെ ഒന്നും ജസ്റ്റ് തലയൊക്കെ വെച്ചങ്ങ് വിടും. 5000 രൂപ ആണെങ്കിൽ ഇരുത്തി പ്രാർത്ഥിക്കും. 10,000 രൂപ ആണെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് കൗൺസിലിംഗ്. എല്ലാത്തിൻ്റെ മറവിൽ പൈസ, വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം, വേറൊരു തലം. ക്രിസ്തുവിലിരുന്നും യാഥാർത്ഥ്യത്തിലിരുന്നും സത്യത്തിലിരുന്നും ജനം അകന്നു മാറി ഈ ലോകത്തിൻ്റെ ദൈവം ദ്രവ്യാഗ്രഹത്തിലേക്ക് കുടുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറ, അവരെ പ്രബലരാക്കി, അവരെ പുണ്യാത്മാക്കളാക്കി പുറകെ നടക്കുന്ന ഒരു കൂട്ടം മാനസിക രോഗികളായ വിശ്വാസികൾ. നിങ്ങൾക്ക് കഷ്ടം. പ്രകൃതി പാഠം പഠിപ്പിച്ചു, സമൂഹം പാഠം പഠിപ്പിച്ചു, ഉള്ളിലുള്ള ഉപദേശകൻ നിങ്ങൾക്ക് പാഠം പഠിപ്പിച്ചു. എന്തെല്ലാം പഠിപ്പിച്ചിട്ടും നിങ്ങളെ ഈ വലയത്തിനകത്ത് നിന്ന് പുറത്തു വരുവാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ മസ്തിഷ്കത്തെ ഇവരെത്രത്തോളം പരാജയപ്പെടുത്തി കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർക്കുക.